സാബ് അക്കാഡമിയുടെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ ആൻഡ് കേരള എന്ന് പറയുന്ന ആ ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങൾ, വളരെ കുറച്ച് ഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതായത് ഷോർട്ട് ടൈം ലോൺസും മീഡിയം ടൈം ലോൺസ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോങ് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ. എന്താണ് ലോങ് ടൈം കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സ്ട്രക്ചർ? ദീർഘകാല വായ്പകൾ കൊടുക്കുന്ന സൊസൈറ്റികളെ കുറിച്ച് അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സെക്ടറിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും. എന്തൊക്കെയാണ്? പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. അപ്പൊ എന്താണ് ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന് നോക്കാം. എന്താണ് ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ലോങ് ടൈം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. The short term and medium term loans help the villages to carry on their routine activities for increased and improved cultivation of land and modernization of cultivation. Long term loans are inevitable. എന്താണ്? അതായത് ഷോർട്ട് ടൈം മീഡിയം ടേം ലോൺസ് ഒക്കെ എന്താണ് നമ്മൾക്ക് സാധാരണ ഗ്രാമീണർക്ക് എന്തിനൊക്കെയാണ് നമുക്ക് അറിയാം. സീഡ്സ് വാങ്ങിക്കാൻ, അതുപോലെ തന്നെ ജലസേചന പദ്ധതികൾക്ക്, വിത്തിറക്കം, വളം വാങ്ങിക്കാൻ, ലേബറേഴ്സിന് പൈസ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ മീഡിയം ടൈം ആൻഡ് ഷോർട്ട് ടൈം ലോണുകളൊക്കെ ആശ്രയിക്കുന്നത്. എന്നാൽ കൾട്ടിവേഷന് കുറച്ചും കൂടി ലാൻഡ് ഒക്കെ ഇംപ്രൂവ് ചെയ്യണം, അതുപോലെ തന്നെ ലാൻഡിന്റെ മോഡേണൈസേഷൻ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇൻവൈറ്റബിൾ ആയിട്ടുള്ള ലോൺ ഏതാണെന്ന് വെച്ചാൽ ലോങ് ടൈം ലോൺ ആണ്. നമുക്കറിയാം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദീർഘകാലങ്ങളിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ദീർഘകാല വായ്പ തന്നെ ആവശ്യമായിട്ട് വരും. അതായത് ദ ഷോർട്ട് ടൈം ആൻഡ് മീഡിയം ടൈം ലോൺസ് ഹെൽപ്പ് ദി വില്ലേജസ് ടു ക്യാരി ഓൺ ദെയർ റൂട്ടീൻ ആക്ടിവിറ്റീസ് ഫോർ ഇൻക്രീസ്ഡ് ആൻഡ് ഇംപ്രൂവ്ഡ് കൾട്ടിവേഷൻ ഓഫ് ലാൻഡ് ആൻഡ് മോഡേണൈസേഷൻ ഓഫ് കൾട്ടിവേഷൻ. ലോങ് ടൈം ലോൺസ് ആർ ഇൻവൈറ്റബിൾ. ലോങ് ടൈം ലോൺസ് യൂഷ്വലി നെസസറി ഫോർ ദ ഫോളോയിങ് പർപ്പസ്. എന്തിനൊക്കെയാണ് ലോങ് ടൈം ലോൺസ് ഉപയോഗിക്കുക എന്ന് നോക്കാം. റീപേയ്മെന്റ് ഓഫ് ഓൾഡ് ഡെബ്റ്റ്സ്, purchase of new land, purchase of agriculture machinery, improving small and minor irrigation projects, soil conservation and land reclamation, modernization of agriculture. എന്തൊക്കെയാണ്? പഴയ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കുക, അതുപോലെ പുതിയ സ്ഥലങ്ങൾ വാങ്ങിക്കുക, പിന്നെ അഗ്രികൾച്ചറിന് ആവശ്യമുള്ള മെഷീനറികൾ പർച്ചേസ് ചെയ്യേണ്ടി വരുമ്പോഴും, ജലസേചന പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരുന്ന പ്രൊജക്ടുകൾ, പദ്ധതികൾക്കൊക്കെ വേണ്ടി വരും. അതുപോലെ ലാൻഡിന്റെ റിക്ലമേഷന്, അതിന്റെ മണ്ണിന്റെ ഒക്കെ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൺസർവേഷനുകൾക്ക്, ലാൻഡ് റിക്ലമേഷനൊക്കെ ലോങ് ടൈം ലോൺസ് ആശ്രയിക്കേണ്ടി വരും. അതുപോലെ പുതിയ തരത്തിലുള്ള കൃഷികളൊക്കെ ആവിഷ്കരിക്കുന്നതിനും നമ്മൾ ദീർഘകാല വായ്പകളെ ആശ്രയിക്കുന്നു. അപ്പൊ എന്താണ്? പഴയ വായ്പകൾ അടയ്ക്കുവാൻ, പുതിയ ലാൻഡ് വാങ്ങിക്കുവാൻ, അഗ്രികൾച്ചർ മെഷീനറികൾ വാങ്ങിക്കുവാൻ, ഇറിഗേഷൻ പദ്ധതികൾക്ക് വേണ്ടിയിട്ട്, ലാൻഡ് റിക്ലമേഷന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ സോയിൽ കൺസർവേഷന് വേണ്ടിയിട്ട്, മണ്ണുകൾ മാറ്റി നമുക്ക് അതിന്റെ വ്യത്യാസങ്ങളൊക്കെ വരുത്തണ്ടേ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള പ്രൊജക്ടുകളൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്? മോഡേണൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ, പുതിയ രീതി, നൂതന മാർഗങ്ങൾ, അഗ്രികൾച്ചറിൽ നൂതന മാർഗങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെയാണ് ലോങ് ടൈം ലോണുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. റീപേയ്മെന്റ് ഓഫ് ഓൾഡ് ഡെറ്റ്സ്, purchase of new land, purchase of agriculture machinery, improving small and minor irrigation projects, soil conservation and land reclamation, modernization of agriculture. Long-term agriculture cooperative credit system in Kerala operates in two-tier system with primary cooperative agriculture and rural development banks at the primary level and Kerala State Cooperative Agriculture and Rural Development Bank at the apex level. Long-term agriculture cooperative credit system എന്ന് പറയുന്നത് കേരളത്തിലെ long-term agriculture cooperative credit system വർക്ക് ചെയ്യുന്നത് രണ്ട് തലങ്ങളിലാണ്. ടു-ടയർ സിസ്റ്റം ആണ്. നമുക്കറിയാം ഇപ്പോൾ മീഡിയം ടൈം ഷോർട്ട് ടൈം ലോണുകളും ഇപ്പോൾ രണ്ട് തലത്തിലാണ്, ടു-ടയർ സിസ്റ്റത്തിലാണ്. പക്ഷെ 2019 നവംബർ 29 മുമ്പ് വരെ എന്താണ്? അത് 3-ടയർ സ്ട്രക്ചർ ആയിരുന്നു. ഇപ്പൊ അത് 2-ടയർ സ്ട്രക്ചർ ആണ്. അപ്പൊ അതിനു മുമ്പ് വരെ എന്താണ്? ത്രിതല സമ്പ്രദായത്തില് എന്താണ്? മീഡിയം ടൈം ഷോർട്ട് ടൈം ലോണുകൾ കൊടുത്തിരുന്നപ്പോൾ ദ്വിതല സമ്പ്രദായമായിരുന്നു ലോങ് ടൈം ദീർഘകാല വായ്പകൾ നൽകിയിരുന്നത്. ഇപ്പോഴും ദീർഘകാല വായ്പകൾ നൽകുന്നത് ദ്വിതല സമ്പ്രദായത്തിൽ തന്നെയാണ്. അപ്പൊ ദ്വിതല സമ്പ്രദായം എന്ന് പറയുന്നത് അപ്പെക്സ് തലത്തില് അതിന്റെ
മോളിൽ എന്ന് പറയുന്നത് കേസ് കാർഡ് ബാങ്ക്. കേസ് കാർഡ് ബാങ്ക് എന്നും പി കാർഡ് ബാങ്ക് എന്ന് ഞാൻ ഷോർട്ട് ആയിട്ട് പറയുന്നതിന് തുടങ്ങി. കേസ് കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും, പി കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കും. അതായത് പ്രൈമറി തലത്തിലുള്ളതും സംസ്ഥാന തലത്തിലുള്ള സ്കാഡ് ബാങ്കുകൾ, അതായത് കാർഡ് ബാങ്കുകൾ, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളാണ് ദ്വിതല സമ്പ്രദായത്തിൽ പ്രവർത്തിക്കുന്നത്. റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ദി ഷെയർ ക്യാപിറ്റൽ, എൻട്രി ഫീസ് ആൻഡ് അതർ ഫീസ്, റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, ഡിബഞ്ചർ ആൻഡ് ലോൺ, ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെന്റ്സ് ആസ് ദെയർ വർക്കിംഗ് ഫണ്ട്. അതായത് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളെ സംബന്ധിച്ച് അതിന്റെ വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത് അതിന്റെ ഷെയർ ക്യാപിറ്റലുകൾ വരും. നമ്മൾ അഡ്മിഷനൊക്കെ വേണ്ടി എൻട്രി ഫീസ് കൊടുക്കും, പിന്നെ മറ്റുള്ള എന്തെങ്കിലും ഫീസുകൾ അടയ്ക്കേണ്ടി വന്ന ആ ഫീസുകൾ, റിസർവ് ഫണ്ടുകൾ, അതർ റിസർവ്സ്, ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺസ്. ഡിബഞ്ചേഴ്സ് ശ്രദ്ധിക്കുക, അത് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞുതരാം. ഡിബഞ്ചേഴ്സ് ആൻഡ് ലോൺ, ഗ്രാന്റ്സ് ആൻഡ് സബ്സിഡീസ് ഫ്രം ഗവൺമെന്റ് ആസ് ദെയർ വർക്കിംഗ് ഫണ്ട്. ഗ്രാന്റുകൾ, സബ്സിഡികൾ, ലോണുകൾ, അതുപോലെ റിസർവുകള്, അതർ റിസർവുകള്, എൻട്രി ഫീസ്, ഷെയർ ക്യാപിറ്റൽ, ഇതൊക്കെയാണ് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രധാനമായിട്ടുള്ള വർക്കിംഗ് ഫണ്ട് എന്ന് പറയുന്നത്. Nowadays, the primary cooperative agriculture and rural development banks are allowed to accept deposits as well, which adds to their working capital. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുൻകാലങ്ങളില് ഡെപ്പോസിറ്റുകൾ വാങ്ങിക്കുക എന്നുള്ളത് നമ്മുടെ കാഡ് ബാങ്ക് എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. അതായത് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിനെ ഷോർട്ട് ആയിട്ടാണ് കാഡ് ബാങ്ക് എന്ന് പറയുന്നത്. ആ കാഡ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് സ്ട്രക്ചർ ഒരിക്കലും ഡെപ്പോസിറ്റുകൾ വാങ്ങിച്ചിരുന്നില്ല. അവർ ലോൺ കൊടുക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. അതുപോലെ ഗോൾഡ് ലോൺ അതൊന്നും ചെയ്തിരുന്നില്ല. ഇപ്പോഴാണ് ഡെപ്പോസിറ്റുകൾ പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, അതായത് പി കാർഡ് ബാങ്ക് വാങ്ങി തുടങ്ങിയത്. അത് അവരുടെ ഷെയർ ക്യാപിറ്റൽ, അതായത് ഷെയർ ക്യാപിറ്റൽ അല്ല, വർക്കിംഗ് ക്യാപിറ്റലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് കൂടുതൽ വെച്ചാൽ ഡിബഞ്ചറുകളാണ് കൂടുതലായിട്ട് ആശ്രയിച്ചിരുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിബഞ്ചറുകൾ തന്നെ പറഞ്ഞു തരാം. അപ്പൊ എന്താണ്, ദ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഹാവ് ദി ഷെയർ ക്യാപിറ്റൽ, എൻട്രി ഫീസ് ആൻഡ് അതർ ഫീസ്, റിസർവ് ഫണ്ട്, അതർ ഫണ്ട്സ്, പിന്നെ ഡിബഞ്ചർ ആൻഡ് ലോൺ, grants and subsidies from government as their working fund. Nowadays, the primary cooperative agriculture and rural development banks are allowed to accept deposit as well, which adds to their working capital. എന്താണ് ഡിബഞ്ചർ? ഞാനിപ്പോ തന്നെ നിങ്ങളോട് ഡിബഞ്ചർ എന്ന് പറഞ്ഞു. ഡിബഞ്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാഡ് ബാങ്കിനെ സംബന്ധിച്ച് അതിന്റെ സോഴ്സ് ഓഫ് ഫണ്ടിന്റെ, അതായത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചർ ആണ്. ഡിബഞ്ചറുകളിൽ നിന്നുള്ള ഫണ്ടുകളാണ് ഒരു കാഡ് ബാങ്കിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. Debentures are the main source of fund for the agricultural and rural development banks. Debentures are the main source of funds for the agricultural and rural development banks. Debentures are the main source of funds for the agricultural and rural development banks. Debenture is a debt instrument used by an institution based on their reputation at a fixed rate of interest. It is also known as bonds. ഡിബഞ്ചറുകൾ എന്നാൽ ഡിബഞ്ചർ എന്ന് പറയുന്ന ഡെറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിന്റെ റെപ്യൂട്ടേഷൻ അനുസരിച്ചിട്ടാണ് അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ, അതായത് ഓരോ സ്ഥാപനങ്ങളുടെ റെപ്യൂട്ടേഷൻ അനുസരിച്ചാണ് ഡിബഞ്ചറുകൾ ഇറക്കുന്നത്. അതിനെ പറയുന്ന വേറൊരു പേരാണ് ബോണ്ടുകൾ എന്ന് പറയും. എന്താണ് ബോണ്ടുകൾ എന്നും പറയും. അപ്പൊ എന്താണ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാല് ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനം എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഒരു നിശ്ചിത കാലയളവിലേക്ക്, ഒരു നിശ്ചിത കാലാവധിക്ക് പണം സ്വീകരിച്ചുകൊണ്ട് അതിന് പകരം ഒരു പത്രിക കൊടുക്കും. എന്നാണ് ഈ സ്ഥാപനത്തിന്റെ ഓഫീസിലും ഇതൊക്കെ വെച്ചിട്ട് ഒരു പത്രിക കൊടുത്തിട്ട് 5, 10, 15, 20 വർഷ കാലഘട്ടത്തിലേക്ക് ഇത്ര എമൗണ്ട് ഇൻട്രസ്റ്റ് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പത്രിക ഇറക്കുന്നതാണ് കടപ്പത്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഡിബഞ്ചർ ഇറക്കുന്ന സ്ഥാപനം, ഇപ്പൊ ഞാൻ ഡിബഞ്ചർ വാങ്ങിക്കുന്നു, കേസ് കാർഡ് ബാങ്കിന്റെ ഡിബഞ്ചർ ഞാൻ വാങ്ങിക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ എപ്പോഴും എന്റെ ഉദാഹരണം പറഞ്ഞ വേറെ ഒന്നും ഉണ്ടല്ലോ, എന്റെ ഫ്രണ്ടിൽ വേറെ ആരും പിരിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഞാനിപ്പോ വാങ്ങിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആ ഡിബഞ്ചർ ഇപ്പൊ ഒരു 7% ഇൻട്രസ്റ്റ് റേറ്റിൽ ഞാൻ അങ്ങനെ വാങ്ങിക്കണേ. ലോങ് ടൈമിലാണ് നമ്മൾ കടപ്പത്രങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കും 7% നമുക്ക് FDക്ക് സഹകരണ ബാങ്കിൽ 8.75 അല്ലെങ്കിൽ 8.25 ഒക്കെ ശതമാനം കിട്ടുന്നില്ലേ, എന്തിനാ നമ്മൾ 7% കടപ്പത്രം വാങ്ങിക്കുന്നതെന്ന് വെച്ചാല്, ഞാൻ വാങ്ങിക്കുന്നത് 15 വർഷ കാലയളവിലേക്കാണ്. ഇൻട്രസ്റ്റ് റേറ്റിന്റെ ഒരു കാറ്റഗറി എടുത്ത് 10 വർഷത്തിനിടയിൽ എത്രയോ കുറവുകളാണ് ഇൻട്രസ്റ്റ് റേറ്റ് വന്നത്. അതിൽ 20 വർഷ കാലയളവിലേക്ക് എടുത്ത് നോക്കിയേ. പണ്ട് ഞാൻ എന്റെയൊക്കെ ചെറുപ്പത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്,
അതായത് ഇന്ദിരാ വികാസ് പത്രിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലിട്ടുണ്ടെങ്കിൽ 5 വർഷം കൊണ്ട് ഇരട്ടിക്കുന്ന ഒരു സ്കീം. അത് ബാങ്ക് ഇൻട്രസ്റ്റ് അത്രയും ഉണ്ടായിരുന്നു. ബാങ്കിലായാലും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരുന്നു. 5 വർഷം കൊണ്ട് ഇരട്ടിക്കാൻ 20% ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നുണ്ട്. അത് അത്രയും ഇൻട്രസ്റ്റ് റേറ്റ് ബാങ്കിന് ഇൻട്രസ്റ്റ് റേറ്റ് നന്നായിട്ട് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് ബാങ്കിങ് മേഖല ഇംപ്രൂവ് ചെയ്യുന്നതോറും ബാങ്കിന്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞു വരുന്നത്. അതായത് ബാങ്കിങ് മേഖല അതല്ല, എക്കണോമിക്കലി നമ്മൾ സൗണ്ട് ആവും തോറും നമ്മളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ കുറഞ്ഞു തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോ ഞാനൊരു 20 വർഷത്തേക്ക് ഒരു കടപ്പത്രം വാങ്ങിക്കണമെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമുക്കറിയാം, വികസിത രാജ്യങ്ങളിൽ നമ്മൾ ബാങ്കിൽ എന്തെങ്കിലും കാശ് കൊണ്ടുവരണമെങ്കിൽ അങ്ങോട്ട് കാശ് കൊടുക്കേണ്ട ഇടപാട് വരെയുണ്ട്. അതായത് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല എന്നല്ല, 0% ഇൻട്രസ്റ്റ് എന്നല്ല, ചില സ്ഥലങ്ങളിൽ നമ്മൾ അങ്ങോട്ട് എന്റെ കാശ് സൂക്ഷിക്കുന്നതിന് അങ്ങോട്ട് പൈസ കൊടുക്കണം, ഇൻട്രസ്റ്റ് അല്ല കിട്ടുന്നത്. അല്ലെങ്കിൽ 1%, 2% അങ്ങനെയൊക്കെയുള്ള ഇൻട്രസ്റ്റ് റേറ്റുകളാണ് വികസിത രാജ്യങ്ങളിലുള്ളത്. അപ്പോ നമ്മളെ സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനാണ് സാധ്യത. അപ്പോ 7% കടപ്പത്രം 20 വർഷത്തേക്ക് വാങ്ങിച്ച് എനിക്ക് നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ കടപ്പത്രങ്ങൾ വാങ്ങിക്കുക. അത് കൂടുതൽ ഇൻഡിവിജ്വൽസ് തന്നെ ആവണമെന്നില്ല, അത് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾ വാങ്ങിക്കും. അങ്ങനെയൊക്കെയാണ് കടപ്പത്രങ്ങൾ ഇറക്കുന്നത്. അപ്പൊ അങ്ങനെ ഇറക്കുന്ന കടപ്പത്രങ്ങളെ നമ്മൾ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഡിബഞ്ചർ ക്യാൻ ബി Debenture is the main source of income for Agriculture and Rural Development Bank. Debenture is the main source of income for Agriculture and Rural Development Bank. Debenture ആണ് നമ്മളുടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് കാഡ് ബാങ്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞാണ്, ഒന്ന് റിപ്പീറ്റ് ചെയ്തു. Debentures can be issued by the Apex Land Development Banks, KSCAD Bank in Kerala and not Primary Cooperative Agriculture and Rural Development Bank. അതായത് പ്രൈമറി അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഒരു ഡിബഞ്ചറുകൾ ഇറക്കുന്നില്ല. പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ബാങ്ക് ഒരു റൂറൽ ഡെവലപ്മെന്റ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് ഡിബഞ്ചേഴ്സ് ഒന്നും ഇറക്കുന്നില്ല. KSCAD ബാങ്കാണ് അതിന്റെ അപ്പെക്സ് സ്ഥാപനമാണ് ഡിബഞ്ചറുകൾ ഇറക്കുന്നത്. അപ്പെക്സ് സ്ഥാപനമായ KSCAD ബാങ്കാണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കാണ് ഡിബഞ്ചേഴ്സുകൾ ഇറക്കുന്നത്. ഗ്യാരണ്ടി ഓഫ് ഡിബഞ്ചർ ഈസ് ഗിവൺ ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഡിബഞ്ചറുകളുടെ ഗ്യാരണ്ടി കൊടുക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ആൻഡ് ഹെൻസ് പ്രയർ അപ്രൂവൽ ആൻഡ് പെർമിഷൻ ഓഫ് ദ ഗവൺമെന്റ് ഈസ് നീഡഡ് ഫോർ ദ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. അതായത് നമ്മൾ ഒരു ഡിബഞ്ചർ, നമ്മൾ KSCAD ബാങ്ക് ഒരു ഡിബഞ്ചർ ഇറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഗ്യാരണ്ടി കൊടുക്കുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടി, അതിന് ഗ്യാരണ്ടി ഇത്രയും ഞാനിപ്പോ ഇത് വാങ്ങിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഗ്യാരണ്ടി വേണ്ടേ, കിട്ടുന്ന ഉറപ്പ് വേണ്ടേ, ആ ഗ്യാരണ്ടി നൽകുന്നത് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ എന്തിനാ അതിന്റെ ഗ്യാരണ്ടി നൽകുന്നു, അങ്ങനെയാണ് ഇതിന്റെ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റെ ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അതിന്റെ പെർമിഷൻ വാങ്ങിക്കാൻ അനുവാദം ഗവൺമെന്റിന്റെ നിന്ന് കിട്ടിയാൽ മാത്രമേ KSCAD ബാങ്കുകൾക്ക് ഡിബഞ്ചർ ഇറക്കാൻ പറ്റുള്ളൂ. തോന്നിയ പോലെ ഒന്നും ഇറക്കാൻ പറ്റില്ല. അങ്ങനെ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ ക്ലിയറൻസ് ഫ്രം നബാർഡ് ഈസ് ആൾസോ റിക്വയർഡ് ഫോർ ദി ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ. നബാർഡിൽ നിന്നൊരു ക്ലിയറൻസ് കിട്ടണം. എന്താണ്? നബാർഡിൽ നിന്ന് ഈ ഡിബഞ്ചർ ഇറക്കുന്നതിനൊരു ക്ലിയറൻസ് കിട്ടണം. ദ റൈറ്റ്സ് ഓഫ് സച്ച് ഡിബഞ്ചേഴ്സ് ആർ യൂഷ്വലി ഫിക്സഡ് ബൈ RBI. ഇതിന്റെ ഈ ഡിബഞ്ചറുകളുടെ റേറ്റ്സ് ഉണ്ടല്ലോ, അതിന്റെ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ആരാണ് ഫിക്സ് ചെയ്യുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതായത് കടപ്പത്രങ്ങളുടെ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്ന ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. അതേ സ്ഥാനത്ത് അതിന്റെ ട്രസ്റ്റി ആയിട്ടുള്ളത് രജിസ്ട്രാർ ആണ്. ട്രസ്റ്റി ആരാണ്? രജിസ്ട്രാർ ആണ്. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഈസ് അപ്പോയിന്റഡ് ആസ് ട്രസ്റ്റി. രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിനെയാണ് ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത്. ട്രസ്റ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നത് KSCAD ബാങ്കിന്റെ സെക്ഷൻ 5 പ്രകാരമാണ്. സെക്ഷൻ 5 പ്രകാരമാണ് ഏത് KSCAD ബാങ്ക് ആക്ട് സെക്ഷൻ 5 പ്രകാരമാണ് രജിസ്ട്രാർ ആയിട്ട് കടപ്പത്രങ്ങളുടെ ട്രസ്റ്റി ആയിട്ട് രജിസ്ട്രാർ അപ്പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ ഇതിനെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ KSCAD ബാങ്കിന്റെ ഇങ്ങനെ ട്രസ്റ്റി ആയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ രജിസ്ട്രാർ ഈ കടപ്പത്രങ്ങളൊക്കെ ഇതാക്കുമ്പോഴേ, എന്നിട്ട് കടപ്പത്രങ്ങളൊക്കെ ഇറക്കുമ്പോൾ നമ്മൾ രജിസ്ട്രാറിനെ അറിയിക്കണം. രജിസ്ട്രാറിന് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നബാർഡിന്റെ ക്ലിയറൻസ് വേണം, ഗവൺമെന്റിന്റെ സമ്മതം വേണം. അതുപോലെ തന്നെ നമ്മൾ ട്രസ്റ്റി ആയിട്ടുള്ള രജിസ്ട്രാറെയും നമ്മൾ അറിയിക്കണം. അപ്പൊ രജിസ്ട്രാർക്ക് ബോധ്യപ്പെടണം ഇങ്ങനെ ഒരു കടപ്പത്രം ഇറക്കാമെന്ന് രജിസ്ട്രാർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ്
എന്ത് ചെയ്യാ, കടപ്പത്രങ്ങൾ ഇറക്കാൻ പറ്റുള്ളൂ. അപ്പൊ ബാങ്ക് രജിസ്ട്രാറും ബാങ്ക് രജിസ്ട്രാർ അല്ലെങ്കിൽ ബാങ്ക് ട്രസ്റ്റിയും ട്രസ്റ്റിയാണ് രജിസ്ട്രാർ, അവർ തമ്മിൽ ഒരു ഉടമ്പടി ഇറക്കും. ഇങ്ങനെ ഇറക്കാം എന്ന് പറഞ്ഞൊരു കരാറിൽ ഏർപ്പെടും. ആ കരാറിനെയാണ് നമ്മൾ പറയുന്നത് എന്താണ്, ആ ട്രസ്റ്റി ഡീഡ്. ട്രസ്റ്റി ഡീഡ് എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ട്രസ്റ്റിയും ബാങ്കും തമ്മിലുള്ള ഒരു ഉടമ്പടിയുണ്ട്, ഡീഡുണ്ട്. ആ ഡീഡിനെയാണ് നമ്മൾ ട്രസ്റ്റി ഡീഡ് എന്ന് പറയുന്നത്. എന്താണ് ട്രസ്റ്റി ഡീഡ് എന്ന് പറയുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമുക്ക് പി കാർഡ് ബാങ്കിലേക്ക് പോകാം. പി കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്, PCARDB കേട്ടോ. അതിന് ഷോർട്ടായിട്ട് എളുപ്പത്തിൽ നമുക്ക് പറയാനാണ് പി കാർഡ് ബാങ്ക്. അതിന്റെ പി കാർഡ് ബാങ്ക് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. എല്ലാത്തിന്റെ എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചു തന്നെ പോകണം. The first P-Card Bank was set up in Jang in Punjab in 1920. ആദ്യത്തെ ഭൂപണയ ബാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഭൂപണയ ബാങ്ക്. പി-കാർഡ് ബാങ്കിന്റെ ഓൾഡ് നെയിം ആണ് ഭൂപണയ ബാങ്ക് എന്ന് പറയുന്നത്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഫസ്റ്റ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക് പഞ്ചാബിലെ ജാങ്ങിലാണ് 1920 പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ആ ഭൂപണയ ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പോൾ അറിയപ്പെടുന്നതാണ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നത്. അപ്പൊ ദ ഫസ്റ്റ് പി കാർഡ് ബാങ്ക് സെറ്റപ്പ് ഇൻ ജാങ് ഇൻ പഞ്ചാബ് 1920. 1920 പഞ്ചാബിലെ ജാങ്ങിലാണ് ഫസ്റ്റ് പി കാർഡ് ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. There are 75 പി കാർഡ് ബാങ്ക്സ് ഇൻ കേരള. ഇപ്പോൾ നിലവില് 75 പി കാർഡ് ബാങ്കുകളുണ്ട്. 75 പി കാർഡ് ബാങ്കുകൾ ഇപ്പൊ നിലവിലുണ്ട്. അപ്പൊ ഇപ്പൊ നിലവിൽ എത്ര പി കാർഡ് ബാങ്കുകളുണ്ട്? 75 പി കാർഡ് ബാങ്കുകളുണ്ട്. ലോങ് ടൈം ക്രെഡിറ്റ് ഇൻ സാങ്ഷൻഡ് ഫോർ എ പീരീഡ് ഓഫ് 5 to 15 years and even up to 20 years in certain cases. നമ്മൾ പറഞ്ഞു ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുന്നതിനുള്ള ബാങ്കുകളാണ് പി കാർഡ് ബാങ്കുകൾ എന്ന് പറഞ്ഞു. ഈ ലോങ് ടൈം ക്രെഡിറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ 5 വർഷം മുതൽ 15 വർഷം വരെയുള്ള കാലയളവിലാണ് കൊടുക്കുന്നത്. സെർട്ടൻ കേസുകളിൽ അത് 20 വർഷ കാലയളവിലും കൊടുക്കാറുണ്ട്. അറ്റ് പ്രസന്റ് 75 പി കാർഡ് ബാങ്ക്സ് ഇൻ കേരള എന്ന് പറഞ്ഞു. അത് ഞാൻ താലൂക്കിലാണ്, ഒരു താലൂക്കാണ് അതിന്റെ പ്രവർത്തന പരിധി. ചില താലൂക്കുകളില് 2 പി കാർഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അറ്റ് പ്രസന്റ് there are 75 പി കാർഡ് ബാങ്ക്സ് ഇൻ കേരള. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് 1 താലൂക്ക്. ഏരിയ ഓഫ് ഓപ്പറേഷൻ ഈസ് 1 താലൂക്ക് എന്ന് പറയുമ്പോൾ 75 താലൂക്കുകളിൽ വെച്ചാല് ഒന്ന് രണ്ടും കുറച്ച് താലൂക്കുകളിൽ, അത് ഏതാണെന്ന് ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ താലൂക്കുകളിലൊക്കെ എന്താണ് 2 പി കാർഡ് ബാങ്കുകൾ, ഒരു താലൂക്കിൽ തന്നെ 2 പി കാർഡ് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. At present, there are 75 P-Card banks in Kerala. Area of operation is 1 taluk. Principal object, area of operation is 1 taluk. മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Principal object is to provide long-term credit for agricultural and rural development activities. ഈ പി-കാർഡ് ബാങ്കിന്റെ പ്രിൻസിപ്പൽ ഒബ്ജക്ട് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ലോങ് ടൈം ക്രെഡിറ്റ്, അത് ദീർഘകാല വായ്പകൾ കൊടുക്കുക എന്നതാണ് ഇതിന്റെ പ്രിൻസിപ്പൽ ഓബ്ജക്ട് എന്ന് പറയുന്നത്. പി കാർഡ് ബാങ്ക് KCS ആക്ടിന്റെ സെക്ഷൻ 2OCയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 2OCയിലാണ് KCS ആക്ട് ഡിഫൈൻസ് ഇൻ പി കാർഡ് ബാങ്കിലെ സെക്ഷൻ 2OC. പി കാർഡ് ബാങ്കിന്റെ സെക്ഷൻ, പി കാർഡ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 സെക്ഷൻ 2OCയിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. Section 2OC of KCS Act defines P-Card Bank, PCARDB. ഇനി ഇതിന്റെ മെമ്പർഷിപ്പ് എങ്ങനെയാണ് കൊടുക്കാൻ നോക്കാം. A class membership is allowed to individual agriculturists qualified as per the previous of KCS Act and rules of 1969. A class membership ആർക്കാണ് കൊടുക്കുന്നത്? കൃഷിക്കാർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതെങ്ങനെയാണ്? വ്യക്തികൾക്കാണ് കൊടുക്കുന്നത്. അത് KCS ആക്ട് 1969 പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് എ ക്ലാസ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. ബി ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് അലൗഡ് ടു ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ബി ക്ലാസ് മെമ്പർഷിപ്പ് ആർക്കാണ് കൊടുക്കുന്നത് വെച്ചാല് ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കാർക്കാണ്, ജോയിന്റ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്. സി ക്ലാസ് ഫോർ ഗവൺമെന്റ് ആൻഡ് പാക്സ്, സി ക്ലാസ് ഫോർ ഗവൺമെന്റ് ആൻഡ് പാക്സ്. ഡി ക്ലാസ് ഫോർ നോമിനൽ മെമ്പേഴ്സ്, ഡി ക്ലാസ് ഫോർ നോമിനൽ മെമ്പേഴ്സ്. മെമ്പർഷിപ്പ് എങ്ങനെയാണ് കൊടുക്കുന്നത്? എ ക്ലാസ് മെമ്പർഷിപ്പ് ഈസ് അലൗഡ് ടു ഇൻഡിവിജ്വൽ അഗ്രികൾച്ചറിസ്റ്റ്സ് ക്വാളിഫൈഡ് ആസ് പെർ ദ പ്രീവിയസ് KCS ആക്ട് ആൻഡ് റൂൾസ് ഓഫ് 1969. B class membership is allowed to joint farming cooperative societies. C class for government and PACs. D class for nominal members. Gehan was firstly implemented by P-Card Bank 1984.
ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഗഹാൻ എന്ന് പറയുന്നത് 1984 പീക്കാർഡ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. ഗഹാൻ 1984 പീക്കാർഡ് ബാങ്ക് ഇംപ്ലിമെന്റ് ചെയ്തത്. അത് ഒരു അതായത് നമ്മൾ സാധാരണ ഈട് വെക്കൂലേ, മോർട്ടിഗേജ് ബാങ്കുകളിലൊക്കെ ഈട് വെക്കുമ്പോൾ ബാങ്കിന് ഒരു ചാർജ് ഈടാക്കാം. അതായത് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ബാങ്കിന് ഈട് ചെയ്യുന്നതിന്. അത് ചെയ്യുന്നതിനാണ് ഗഹാൻ എന്ന് പറയുന്നത്. അതായത് ഈ സെക്രട്ടറി ഒപ്പിട്ടിട്ടുള്ള അതായത് നമ്മളൊരു സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ ഈടാക്കി കൊടുക്കണം. ഈ ഈടാക്കി പണയപ്പെടുത്തി കൊടുക്കുമ്പോൾ 2 സാക്ഷികളൊക്കെ സമക്ഷമാണ് അതിൽ ഒപ്പിട്ട് 2 സാക്ഷികളൊക്കെ ഒപ്പിട്ടിട്ട് സെക്രട്ടറിയുടെ മുന്നിൽ വെക്കും. ആ ഒപ്പിട്ട് വെക്കുന്ന സമ്മതപത്രം അല്ലെങ്കിൽ രേഖാപത്രം എന്ന് പറയും. അതിന് ഗഹാൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഫോമിൽ നമ്മൾ ഒരു ഇതിൽ എല്ലാം കൂടെ എഴുതിയിട്ട് ഇതൊക്കെ ബാങ്കിൽ നമ്മൾ ഇതാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ട് ഒരു എഗ്രിമെന്റ് പോലെ വെക്കും. ആ എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞിട്ട് അതിൽ 2 സാക്ഷികളൊക്കെ ഒപ്പിട്ടിട്ട് സെക്രട്ടറിയുടെ മുമ്പാകെ വെക്കും. ആ സെക്രട്ടറി അത് ഓക്കെ എന്ന് പറഞ്ഞിട്ട് സെക്രട്ടറി അത് ഒപ്പിട്ട് വാങ്ങിച്ചു വെച്ച് കഴിയുമ്പോൾ അത് ഗഹാനായിട്ട് രജിസ്റ്റർ ചെയ്ത്, അത് നമ്മൾ സബ് രജിസ്റ്റർ പണ്ടൊക്കെ ആണെങ്കിൽ സബ് രജിസ്ട്രാർ ഓഫീസിലൊക്കെ പോയിട്ട് നമ്മൾ ഈടിന് രജിസ്റ്റർ ചെയ്ത് ബാങ്കിന്റെ പേരിലേക്കൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മോർട്ടിഗേജ് ബാങ്ക് ലോണൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ വെറുതെ ഇങ്ങനെ നമ്മൾ എന്താ പറയാ, ബാങ്കിന്റെ സെക്രട്ടറിയും പ്രസിഡന്റും 2 കമ്മിറ്റി മെമ്പർമാരൊക്കെ കൂടെ ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം 2 സാക്ഷികളും കൂടെ ഒപ്പിട്ട് സെക്രട്ടറി അത് മുമ്പാക്കി വാങ്ങിച്ചു വെച്ച് അത് സെക്രട്ടറിയുടെ കൂടെ ഇനീഷ്യൽ ചെയ്ത് ബാങ്കിന്റെ എന്താ പറയാ റെസൊല്യൂഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ബാങ്കിന്റെ പേരിലേക്ക് ഈടായി എന്നാണ് അതിന്റെ അർത്ഥം. അതല്ലാതെ സബ് രജിസ്ട്രാർ ഓഫീസിലൊന്നും പോകണ്ട. പണ്ടൊക്കെ സബ് രജിസ്ട്രാർ ഓഫീസിലൊക്കെ പോയിട്ട് അതിന്റെ കാലതാമസമൊക്കെ വന്ന് അതിന് കുറെ സമയമൊക്കെ പിടിക്കും. അതേപോലെ പണച്ചിലവുണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ ഗഹാൻ എന്ന് പറയുന്നത് വന്നത്. ഇപ്പൊ കാർഡ് ബാങ്കിന് മാത്രമല്ല, എന്താണ് നമ്മളുടെ സാധാരണ പാക്സും എല്ലാവരും ഗഹാൻ തന്നെയാണ് ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. ആദ്യ കാലഘട്ടത്തിൽ പീക്കാർഡ് ബാങ്ക് ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്. സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പീക്കാർഡ് ബാങ്ക് ഇൻ 2004. സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് പീക്കാർഡ് ബാങ്ക് 2004 ഒരു ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ പേരാണ് സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ്. സ്വരോസ്ഗർ ക്രെഡിറ്റ് കാർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? പീക്കാർഡ് ബാങ്കുമായിട്ട്. പീക്കാർഡ് ബാങ്ക് അത് എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? 2004. 2005 കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമും സ്റ്റാർട്ട് ചെയ്തു. കിസാൻ ക്രെഡിറ്റ് കാർഡ് സ്കീമും എന്താണ് പീക്കാർഡ് ബാങ്ക് ആരംഭിച്ചു. 2005 കിസാൻ ക്രെഡിറ്റ് കാർഡ് പീക്കാർഡ് ബാങ്ക് ആരംഭിച്ചത്. 2005. അടുത്തെന്താണ് ഡി വി ഫയൽ എന്ന് പറയുന്നത് പീക്കാർഡ് ബാങ്കിന്റെ ഒരു പ്രധാനപ്പെട്ട രേഖ തന്നെയാണ്. ഡി വി ഫയൽ, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. എന്താണ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയും. അതായത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫയൽ തന്നെയാണ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഈ വൗച്ചർ ഫയൽ എന്ന് പറയുന്നത് വെച്ചാല് നമ്മൾ വായ്പയ്ക്ക് വേണ്ടി സമർപ്പിക്കുമല്ലോ, ഈ സമർപ്പിക്കുന്ന എല്ലാ രേഖകളും, വായ്പയുടെ അപേക്ഷ മുതൽ ഫൈനൽ നമ്മൾ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ രേഖകളും, എന്തൊക്കെ രേഖകളായിരിക്കും എന്നറിയാം? വായ്പയുടെ അപേക്ഷ ഉണ്ടാവും, അതുപോലെ തന്നെ വസ്തുവിന്റെ അസൽ പ്രമാണങ്ങൾ ഉണ്ടാവും, മുൻ പ്രമാണം ഉണ്ടാവും. അതായത് പ്രമാണത്തിനോടൊപ്പം ആധാരം കീഴാധാരം എന്നറിയില്ല, അതെന്റെ പ്രമാണം മുൻ പ്രമാണം എന്ന് പറഞ്ഞത്. കരമടച്ച റെസിപ്റ്റുകള്, കുടിശ്ശിക, ബാധ്യതാ സർട്ടിഫിക്കറ്റ്, വസ്തുവിന്റെ സ്കെച്ച് പ്ലാൻ, അങ്ങനത്തെ കാര്യങ്ങൾ, പ്രൊജക്ട് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത്, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, ടെർ എന്ന് പറഞ്ഞ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, അതുപോലെ തന്നെ വാല്യുവേഷൻ റിപ്പോർട്ട്, പിന്നെ ഗഹാൻ ഫൈനൽ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ്, ഇത്രയും കാര്യങ്ങൾ അടക്കിയിട്ട് ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കും. ആ ഫയലിനെയാണ് നമ്മൾ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ഇതിലെന്താണ്? ഇതിന്റെ ഷോർട്ടായിട്ട് ഞാൻ പറയും. ഇറ്റ് കണ്ടെയ്ൻസ് ലോൺ ആപ്ലിക്കേഷൻ, ടാക്സ് റെസിപ്റ്റ്, എൻകംബറൻസ് സർട്ടിഫിക്കറ്റ്, ടെർ, വൗച്ചർ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് എക്സെട്ര. ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ഫയലായിട്ട് നമ്മളുടെ, ഇപ്പൊ ഞാനാണ് ലോൺ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആരായിക്കോട്ടെ ലോൺ എടുക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അടക്കിക്കൊണ്ട് ഒരു ഫയൽ സൂക്ഷിച്ചു വെക്കുന്ന ആ ഫയലിനെയാണ് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറയുന്നത്. നമ്മൾ എന്തോ ഒരു ഇതൊന്നും ചിന്തിക്കേണ്ട, ഇത്രേ ഉള്ളൂ സംഭവം. അതാണ് ഡി വി ഫയൽ അല്ലെങ്കിൽ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. അത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പീക്കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി വി ഫയൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പീക്കാർഡ് ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽ. കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽ എന്ന് പറയുന്നത് വാല്യുവേഷൻ ഓഫീസർ. വാല്യുവേഷൻ ഓഫീസർ ആണ് കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽ. വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്നത് ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ. കസ്റ്റോഡിയൻ ഓഫ് ഡി വി ഫയൽ എന്ന് പറയുന്നത് അസിസ്റ്റന്റ് രജിസ്ട്രാർ ആയിരിക്കും. അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ് വാല്യുവേഷൻ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഡി വി ഫയലിന്റെ സൂക്ഷിപ്പുകാരൻ ആരാന്ന് ചോദിച്ചാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്
അതാണ് ഒരു അസിസ്റ്റന്റ് രജിസ്ട്രാർ പീക്കാർഡ് ബാങ്കുകളിൽ സ്ഥിരമായിട്ടുണ്ട്. അദ്ദേഹമാണ് വാല്യൂ ചെയ്യുന്നത്, ആ വാല്യുവേഷൻ ഓഫീസറാണ് അത് സൂക്ഷിക്കുന്നത്. The valuation officer of a P-card bank is assistant registrar or cooperative societies. Agriculture officer value the land for loans up to the 8 lakhs in P-card bank. 8 ലക്ഷം രൂപയോ വരെയുള്ളതിനെങ്കിൽ ആര് ചെയ്യും? വാല്യുവേഷൻ ഓഫീസർ ചെയ്യാത്തത്. വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആര് വാല്യൂ ചെയ്യുന്ന വെച്ചാൽ അഗ്രികൾച്ചർ ഓഫീസർ വാല്യൂ ചെയ്യും. എന്താ ആര് വാല്യൂ ചെയ്യും? അഗ്രികൾച്ചർ ഓഫീസർ വാല്യൂ ചെയ്യും. അതേ സ്ഥാനത്ത് 8 ലക്ഷത്തിന് മേലെയാണ്. 8 ലക്ഷത്തിന് മേലെയാണെങ്കിൽ വാല്യുവേഷൻ ഓഫീസർ ആരാണ്? അസിസ്റ്റന്റ് രജിസ്ട്രാർ വാല്യൂ ചെയ്യും. Agriculture officer value the land for loans up to 8 lakhs in P-card bank. Above 8 lakhs loans of P-card bank, the valuation officer is the authority to value. Above 8 lakhs loans of P-card bank, the valuation officer is the authority to value. അപ്പൊ എന്താണ് പീക്കാർഡ് ബാങ്കിന്റെ DV ഫയൽ എന്ന് പറയുന്നത് സൂക്ഷിക്കുന്നത് വാല്യുവേഷൻ ഓഫീസറാണ്. വാല്യുവേഷൻ ഓഫീസർ നമ്മുടെ അസിസ്റ്റന്റ് രജിസ്ട്രാർ ആണ്. 8 ലക്ഷത്തിന് താഴെയുള്ളത് അഗ്രികൾച്ചർ ഓഫീസർ വാല്യൂ ചെയ്യും. പീക്കാർഡ് ബാങ്ക് ആർ ഗ്രാസ് റൂട്ട് ലെവൽ ഇൻ ദ 2 tier credit structure. പീക്കാർഡ് ബാങ്ക് ആർ ദ ഗ്രാസ് റൂട്ട് ലെവൽ ഇൻ ദ 2 tier credit system. പീക്കാർഡ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ 2 tier credit സിസ്റ്റത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവലാണ്. അതായത് 2 tier സിസ്റ്റത്തിന് ഇപ്പൊ ഇനി പറയാൻ പറ്റില്ല, കാരണം വെച്ചാല് പാക്സും അങ്ങനെ തന്നെയായി. അപ്പൊ നമുക്കത് ലോങ് ടേം ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ എന്നായിട്ട് തിരുത്തി പഠിക്കാം. എന്താണ് ലോങ് ടേം ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറഞ്ഞ പീക്കാർഡ് ബാങ്ക് ആണ്. കാരണം പാക്സും ഇപ്പൊ 2 tier സിസ്റ്റത്തിലേക്ക് ആയി. ഇമ്പോർട്ടന്റ് ടേംസ് നോക്കാം. അതായത് നമ്മളുടെ പീക്കാർഡ് ബാങ്കുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ഇമ്പോർട്ടന്റ് ടേംസ് എന്താന്ന് വെച്ചാൽ, ഒന്ന് ഡിസ്ചാർജ് വൗച്ചർ ഫയൽ. നമ്മളിപ്പോ തൊട്ട് മുമ്പ് പറഞ്ഞോളൂ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്താന്ന് പറഞ്ഞു. അടുത്തത് പ്രിസംപ്റ്റീവ് വാല്യൂ, ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട്, ഇൻക്രിമെന്റൽ ഇൻകം. അതായത് ടെക്നിക്കൽ നമ്മൾ പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്ചാർജ് വൗച്ചർ ഫയൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ടൊന്നും പറയുന്നില്ല അതിനെ കുറിച്ച്. ഇനി പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊഹവില എന്ന് പറയും മലയാളത്തിൽ, വേറൊന്നുമില്ല. കമ്പോളത്തില് വില കൂടാൻ സാധ്യതയുണ്ട്. അതായത് സ്ഥലത്തിന് ഇന്നുള്ള വിലയായിരിക്കില്ല, 2 വർഷം കഴിഞ്ഞാൽ അതിനേക്കാൾ കൂടും. അങ്ങനെ ഒരു ഊഹവില കണക്കാക്കിക്കൊണ്ട് അനുസരിച്ചുള്ള വാല്യൂം കൂടെ കൂട്ടിക്കൊണ്ടായിരിക്കും നമ്മൾ ലോൺ കൊടുക്കുന്നത്. അതായത് അതും കൂടെ ഒക്കെ കണക്കാക്കിയിട്ട് ഒരു വാല്യൂ കണക്കാക്കിയിട്ട് അതിന്റെ ഒരു 60% ലോൺ തുകയായിട്ട് കൊടുക്കുന്നത്. അതായത് ഇന്നിപ്പോ 2 ലക്ഷം രൂപയാണ് വാല്യൂ എങ്കിൽ 10 വർഷത്തിനുള്ളിൽ അതൊരു 3 ലക്ഷം ആവാം എന്നൊരു കണക്ക് കൂട്ടിക്കൊണ്ട് ആ 3 ലക്ഷത്തിന്റെ 60% കണക്കാക്കി അങ്ങനെയായിരിക്കും ഒരു വാല്യൂ കണക്കാക്കുന്നത്. ഒരു ഐഡിയക്ക് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ വാല്യൂ കണക്കാക്കുന്നത്. അതാണ് നമ്മൾ ഈ പറഞ്ഞ പ്രിസംപ്റ്റീവ് വാല്യൂ എന്ന് പറഞ്ഞ ഊഹവില എന്ന് പറയുന്നത്. അടുത്തത് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് ഒന്നുമില്ല. അതായത് നമ്മൾ ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് നമ്മൾ DV ഫയലിൽ വെക്കുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായ്പ ലഭിക്കാൻ വേണ്ടി നമ്മൾ അപേക്ഷയൊക്കെ കൊടുക്കും. അപേക്ഷയൊക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിലൊരു പ്രൊജക്ട് റിപ്പോർട്ട് അതിനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ അതൊന്ന് പരിശോധിച്ചാൽ അത് ശരിയാണോ, നമുക്ക് വരുമാനം ഉണ്ടോ, തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടോ, പിന്നെ നമ്മളെ വരുമാനവും അതുപോലെ തന്നെ നമുക്കിത് അല്ലെങ്കിൽ നമുക്ക് വരുമാനമുണ്ട്, അല്ലെങ്കിൽ നമ്മളിപ്പോ കാർഷിക എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ അതിൽ നിന്ന് എത്ര വരുമാനം കിട്ടും, ഈ പറഞ്ഞ പ്രൊജക്ട് റിപ്പോർട്ട് പ്രകാരം വരുന്ന വരുമാനം തന്നെ കിട്ടുമോ, നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്ത് പഠിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുക്കും. അതിനെയാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ആരെയൊക്കെ ആയിരിക്കും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ ഓഫീസർ അല്ലെങ്കിൽ ബാങ്കിന്റെ സൂപ്പർവൈസർ പരിശോധനയൊക്കെ നടത്തുന്നതാണ്. ബാങ്കിന്റെ സൂപ്പർവൈസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസറൊക്കെ പരിശോധനയൊക്കെ നടത്തിയതിനു ശേഷമാണ് ടെക്നിക്കൽ എൻക്വയറി റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇൻക്രിമെന്റൽ ഇൻകം. എന്താണ് ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്നത്? നമ്മൾ വായ്പയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തിനാ വായ്പ കൊടുക്കുന്നത്? അവരുടെ കാർഷിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കഴിഞ്ഞിട്ട് അവർക്ക് അതിൽ നിന്നുള്ള വരുമാനമൊക്കെ കിട്ടി കൂടുതൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമ്മൾ അനുവദിക്കുന്ന വായ്പയ്ക്ക് അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഇൻകം കിട്ടുമോ എന്നുള്ള അങ്ങനെ കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഇൻകം ഉണ്ടല്ലോ, അതിനെയാണ് ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ ഈ വർഷം എനിക്ക് ഒരു 5000 രൂപയാണ് ഇൻകം ഉള്ളത്. അപ്പൊ അടുത്ത വർഷം ഞാൻ ചെയ്യാം
പ്രൊജക്ട് പ്രകാരമുള്ള കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്കത് 6000 രൂപയോ പിന്നത്തെ വർഷം എനിക്കത് 7000 രൂപയോ അല്ലെങ്കിൽ 7500 രൂപയോ ുള്ള ഒരു പ്രൊജക്ഷൻ ആണ്. അപ്പൊ എന്താ ഇൻക്രിമെന്റൽ ഇൻകം, ആ ഒരു വർഷത്തെ ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. പിന്നത്തെ വർഷം ആകുമ്പോൾ 1500 രൂപ. ഒരു വർഷത്തെ കാലയളവിലുള്ള ഈ വ്യത്യാസം, അതായത് അപേക്ഷകനകത്ത് നമ്മൾ കൊടുത്ത തുക ഉപയോഗിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാകുന്ന തുക വ്യത്യാസം ഉണ്ടല്ലോ, കൂടുതൽ ആദായം കിട്ടുന്നുണ്ടല്ലോ, ആ ഇതിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്നത്. അതായത് വായ്പയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വരുമാനവും അത് കഴിഞ്ഞ് വായ്പ കൊടുത്തതിന് ശേഷം കിട്ടുന്ന വരുമാനം ഉണ്ടല്ലോ, അത് തമ്മിലുള്ള കണക്ക് കൂട്ടി കിട്ടുന്ന ആ എമൗണ്ടിനെയാണ് നമ്മൾ ഇൻക്രിമെന്റൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് പീക്കാർഡ് ബാങ്കിന്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. പഠിത്തത്തിലേക്ക് നമുക്ക് കടക്കാം. കേസ്കാർഡ് ബാങ്ക്, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് എന്നാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. വേറൊന്നുമില്ല, നമ്മൾ ഈ പീക്കാർഡ് ബാങ്കിന്റെ അപ്പെക്സ് സ്ഥാപനമാണ് കേസ്കാർഡ് ബാങ്ക്. കേസ്കാർഡ് ബാങ്ക് വാസ് രജിസ്റ്റേർഡ് ഓൺ 4th October 1956. 1956 ഒക്ടോബർ 4 തീയതിയാണ് കേസ്കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത്. 1956 ഒക്ടോബർ 4 തീയതി, 1956 ഒക്ടോബർ 4 തീയതിയാണ് കേസ്കാർഡ് ബാങ്ക് എന്താണ് രജിസ്റ്റർ ചെയ്തത്. രജിസ്റ്റർ ചെയ്തത് എന്നാണ് 1956 ഒക്ടോബർ 4 തീയതി. 4/10/56 കേസ്കാർഡ് ബാങ്ക് രജിസ്റ്റർ ചെയ്തത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേസ്കാർഡ് ബാങ്ക് ഈസ് ഇൻ തിരുവനന്തപുരം. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് കേസ്കാർഡ് ബാങ്ക് ഈസ് ഇൻ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേസ്കാർഡ് ബാങ്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. കേസ്കാർഡ് ബാങ്ക് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2RA. കേസ്കാർഡ് ബാങ്ക് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 2RA. അതായത് KCS ആക്ടിലെ സെക്ഷൻ 2RA പ്രകാരം, കേസ്കാർഡ് ബാങ്ക് ആക്ട് അല്ല, KCS ആക്ട് 1969 സെക്ഷൻ 2RA പ്രകാരമാണ് കേസ്കാർഡ് ബാങ്കിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. കേസ്കാർഡ് ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. കേരളത്തിലെ ദീർഘകാല വായ്പകളുടെ അപ്പെക്സ് സ്ഥാപനമാണ് കേസ്കാർഡ് ബാങ്ക്. കേസ്കാർഡ് ബാങ്ക് ഈസ് ദ അപ്പെക്സ് ബാങ്ക് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ ഇൻ കേരള. കേസ്കാർഡ് ആക്ട് വാസ് passed in the year 1984. കേസ്കാർഡ് ബാങ്ക് ആക്ട് വാസ് passed in the year 1984. 1984 കേസ്കാർഡ് ബാങ്ക് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത്. മെമ്പേഴ്സ് ആർ പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്സ്. അതിന്റെ മെമ്പർമാർ എന്ന് പറയുന്നത് പ്രൈമറി കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളാണ്. കേസ്കാർഡ് ബാങ്ക് ഹാസ് 14 റീജിയണൽ ഓഫീസസ്. കേസ്കാർഡ് ബാങ്കിന് 14 റീജിയണൽ ഓഫീസുകളുണ്ട്. കേസ്കാർഡ് ബാങ്ക് ഫ്ലോട്ട് ഡിബഞ്ചേഴ്സ് ടു റേസ് ഫണ്ട്. കേസ്കാർഡ് ബാങ്ക് ഫണ്ടുകൾ റേസ് ചെയ്യുന്നത് ഡിബഞ്ചറുകൾ ഇറക്കിക്കൊണ്ടാണ്, അതായത് കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ടാണ് കേസ്കാർഡ് ബാങ്ക് ഫണ്ടുകൾ റേസ് ചെയ്യുന്നത്. വേറൊന്നുമില്ല, അതായത് പീക്കാർഡ് ബാങ്ക് ലോണുകൾ കൊടുക്കുന്നത്, പീക്കാർഡ് ബാങ്കാണ് ലോൺ കൊടുക്കുക. പീക്കാർഡ് ബാങ്ക് ലോൺ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് ആണ്. ഈ ഡിബഞ്ചേഴ്സിന് പീക്കാർഡ് ബാങ്കിന് ഇറക്കാനുള്ള അവകാശമൊന്നുമില്ല. ഡിബഞ്ചേഴ്സ് ഒരിക്കലും പീക്കാർഡ് ബാങ്ക് ഇറക്കില്ല. കേസ്കാർഡ് ബാങ്ക് ആണ് ഫ്ലോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റൽ കിട്ടാനുള്ള ഡിബഞ്ചേഴ്സുകൾ ഇറക്കുന്നത് ആരാണെന്ന് വെച്ചാൽ കേസ്കാർഡ് ബാങ്ക് ആണ്. കേസ്കാർഡ് ബാങ്ക് ഡിബഞ്ചറുകൾ ഇറക്കിക്കൊണ്ട് ഒരു ഫണ്ട് സ്വരൂപിച്ച് ആ ഫണ്ട് പീക്കാർഡ് ബാങ്കിന് കൊടുത്തിട്ട് ആ ഫണ്ട് കൊണ്ടാണ് പീക്കാർഡ് ബാങ്കുകൾ ലോണുകൾ കൊടുക്കുന്നത്. അപ്പൊ കേസ്കാർഡ് ബാങ്ക് എന്തിനാണ് ഡിബഞ്ചർ ഇറക്കുന്നത്? അത് ഫണ്ടുകൾ റേസ് ചെയ്യാൻ, ആ ഫണ്ട് കിട്ടിയിട്ട് വേണം ലോൺ കൊടുക്കണമെങ്കിൽ. കേസ്കാർഡ് ബാങ്ക് ഫ്ലോട്ട് ഡിബഞ്ചേഴ്സ് ടു റേസ് ഫണ്ട്സ്. കേസ്കാർഡ് ബാങ്ക് മെയിൻറ്റെയിൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓർ സിങ്കിങ് ഫണ്ട്. കേസ്കാർഡ് ബാങ്ക് മെയിൻറ്റെയിൻഡ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓർ സിങ്കിങ് ഫണ്ട്. കേസ്കാർഡ് ബാങ്ക് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പം ഒരു ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞത്, ഒരു 10,000 രൂപയാണ് കടപ്പത്രമായിട്ട് ഇറക്കി. ഈ 10,000 രൂപ ഇറക്കി കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് 15,000 രൂപ തരാമെന്ന് പറഞ്ഞ കടപ്പത്രം ഇറക്കി. അത് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞ് കേസ്കാർഡ് ബാങ്ക് യാതൊരുവിധ ബാങ്കിങ് ആക്ടിവിറ്റികളും ചെയ്യുന്നില്ല. അവർക്ക് 15,000 രൂപ 10 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കണ്ടേ? ഈ 10,000 രൂപ വെറുതെ വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഈ 10,000 രൂപ അവരെന്ത് ചെയ്യും? പീക്കാർഡ് ബാങ്കിന് കൊടുക്കും. പീക്കാർഡ് ബാങ്ക് എന്ത് ചെയ്യും? നമ്മളെ പോലെയുള്ള ആളുകള് ദീർഘകാലത്തിലേക്ക് ലോണുകൾ ആവശ്യപ്പെടുമ്പോൾ ലോൺ ആയിട്ട് തരും. ഈ ലോണായിട്ട് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോണിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഉണ്ടല്ലോ, ഈ എമൗണ്ടിൽ നിന്ന് ഒരു ഭാഗം എന്തിനു മാറ്റിവെക്കും? ഈ കടപ്പത്രങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി മാറ്റിവെക്കും. അപ്പൊ ഈ 10 വർഷ കാലയളവിൽ ഇത്ര കടപ്പത്രങ്ങളുണ്ട്, 15 വർഷ കാലയളവിൽ ഇത്രയുണ്ട്. തീർക്കണമെങ്കിൽ ഇത്ര ഫണ്ടുകൾ നമുക്ക് ആവശ്യമാണ്.
അത് ഇത്ര പെർസെന്റേജ് വെച്ചാൽ പറ്റും. അങ്ങനെ ഇത്ര പെർസെന്റേജ് എന്ന് വെച്ചിട്ട് ഒരു ഫണ്ട് എന്ത് ചെയ്യും, സിങ്കിങ് ഫണ്ടായിട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടായിട്ട് മാറ്റിവെക്കും. അതിനെയാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് എന്ന് പറയുന്നത്. കേസ് കാർഡ് ബാങ്ക് ആണ് കേസ് കാർഡ് ബാങ്ക് മെയിൻറ്റെയിൻ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓർ സിങ്കിങ് ഫണ്ട്. റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്സ് ഇസ് കോൾഡ് ഡിബഞ്ചർ. റിട്ടേൺ അക്നോളജ്മെന്റ് ഓഫ് ഡെറ്റ്സ് ഇസ് കോൾഡ് ഡിബഞ്ചർ. ഡിബഞ്ചർ എന്ന് പറയുന്നത് ഒരു കടത്തിന്റെ റിട്ടേൺ അക്നോളജ്മെന്റ് ആണ്, എഴുതി കൊടുത്തിട്ടുള്ള ഒരു അക്നോളജ്മെന്റ് ആണെന്ന് പറയുന്നത്. ആ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? കടപ്പത്രം, കടങ്ങളുടെ പത്രിക, കടം കൊടുത്തതിന്റെ ഒരു പത്രികയാണ്, സൂക്ഷിക്കാനുള്ള പത്രികയാണ് കടപ്പത്രം എന്ന് പറയുന്ന ഡിബഞ്ചർ. ട്രസ്റ്റി ഓഫ് ഡിബഞ്ചർ ഇസ് ഇഷ്യൂഡ് ബൈ കേസ് കാർഡ് ബാങ്ക് ഇസ് രജിസ്റ്റർ. അതായത് കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യപ്പെടുന്ന ഡിബഞ്ചറുകളുടെ ട്രസ്റ്റി എന്ന് പറയുന്നത് RCS ആണ്, രജിസ്റ്റർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചതാണ്. Guarantor of debenture is issued by കേസ് കാർഡ് ബാങ്ക് ഇസ് ഗവൺമെന്റ്. ഗവൺമെന്റ് ആണ് കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന്റെ ഗ്യാരണ്ടർ എന്ന് പറയുന്നത്. ഡിബഞ്ചർ is derived from the Latin word deber, which means to owe a debt. Debenture is derived from the Latin word deber, which means to owe a debt. Case card bank issue 3 types of debenture. Case card bank issue 3 types of debenture. Case card bank 3 തരത്തിലുള്ള ഡിബഞ്ചറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്. 1 ഓർഡിനറി ഡിബഞ്ചർ, 2 റൂറൽ ഡിബഞ്ചർ, 3 സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ 3 ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്: ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂസ് 3 ടൈപ്സ് ഓഫ് ഡിബഞ്ചേഴ്സ്: ഓർഡിനറി ഡിബഞ്ചർ, റൂറൽ ഡിബഞ്ചർ, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ. കേസ് കാർഡ് ബാങ്ക് should obtain clearance from NABARD before issuing debentures. കേസ് കാർഡ് ബാങ്ക് നബാർഡിൽ നിന്ന് ഒരു ക്ലിയറൻസ് വാങ്ങിക്കുന്നുണ്ട്. എന്താണ്? ഡിബഞ്ചറുകൾ ഇറക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ജനറൽ പബ്ലിക്, LIC ആൻഡ് പബ്ലിക് സെക്ടർ ബാങ്ക്സ് ആർ ദ സബ്സ്ക്രൈബേഴ്സ് ഓഫ് ഓർഡിനറി ഡിബഞ്ചർ. ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാല്, അതായത് പി കാർഡ് ബാങ്കാണ് ലോണുകൾ കൊടുക്കുന്നത്. പി കാർഡ് ബാങ്ക് സാധാരണ ലോണുകളൊക്കെ കൊടുക്കൂലേ, ഈ സാധാരണ ലോണുകള് ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഇറക്കുന്ന ഡിബഞ്ചറുകളാണ്. ആ ലോണിന് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നതിന് വേണ്ടി ഇറക്കുന്ന ഡിബഞ്ചറുകളെയാണ് ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത്. ഈ ഓർഡിനറി ഡിബഞ്ചറുകൾ സാധാരണയായിട്ട് വാങ്ങിക്കുന്നത് പൊതുജനങ്ങൾ വാങ്ങിക്കും, LIC വാങ്ങിക്കും, പബ്ലിക് സെക്ടർ ബാങ്കുകൾ അതായത് കൊമേഴ്സ്യൽ ബാങ്കുകളൊക്കെ വാങ്ങിക്കും. അതുപോലെ തന്നെ എന്താണ്, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് വാങ്ങിക്കും, SBI വാങ്ങിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർ റൂറൽ, അതായത് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാഡ് ബാങ്കുകൾ ഉണ്ടല്ലോ, കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകൾ. അതർ സ്റ്റേറ്റിലെ, അതായത് കേസ് കാർഡ് ബാങ്ക് എല്ലാത്ത സ്റ്റേറ്റ്, കേരളത്തിലെ എല്ലാത്ത കാഡ് ബാങ്കുകളൊക്കെ ഇത് പർച്ചേസ് ചെയ്യും. അതാണ് ഓർഡിനറി ഡിബഞ്ചർ എന്ന് പറയുന്നത്. അത് 10 മുതൽ 15 വർഷ കാലയളവിലാണ്, 10 മുതൽ 15 വർഷ കാലയളവിലേക്കാണ് ഓർഡിനറി ഡിബഞ്ചറുകൾ ഇറക്കുന്നത്. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ ആർ ഫുള്ളി പർച്ചേസ്ഡ് ബൈ നബാർഡ്. സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്ന് പറയുന്നത് ഫുള്ളി പർച്ചേസ്ഡ് എന്ന് വെച്ചാൽ 90% നബാർഡ് തന്നെയാണ് വാങ്ങിക്കുന്നത്. ബാക്കിയുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് വാങ്ങിക്കും. ഇനി എന്താണ് സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചർ എന്ന് പറഞ്ഞാല്, നേരത്തെ നമ്മൾ പറഞ്ഞു ഓർഡിനറി ഡിബഞ്ചർ ഓർഡിനറി ആവശ്യങ്ങൾക്കാണെങ്കിൽ, സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഡിബഞ്ചറുകൾ ഇറക്കുന്നത് സ്കീമാറ്റിക് ലോണുകൾ, സ്കീമായിട്ടൊക്കെയുള്ള ലോണുകൾ, പദ്ധതി ലോണുകൾ എന്ന് പറയും, അതിനു വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഡിറ്റർമിൻസ് ദ റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ഡിബഞ്ചർ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഡിബഞ്ചറുകളുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത്. കേസ് കാർഡ് ബാങ്ക് ഇസ് ദ സക്സസർ ഓഫ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്. അതായത് കേസ് കാർഡ് ബാങ്കിന്റെ മുൻഗാമി എന്ന് പറയുന്നത് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആണ്. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ആണ്. പിന്നെ അത് ഭൂപണി ബാങ്ക് എന്ന്, ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷമാണ് പിന്നെ കാർഡ് ബാങ്ക് ആയിട്ട് കേസ് കാർഡ് ബാങ്കായി മാറിയത്. DAP, Development Action Plan, is related with the KS Card Bank. Development Action Plan is related with the KS Card Bank. The Staff Training Institute of KS Card Bank is in Ernakulam. Staff Training Institute of KS Card Bank is in Ernakulam. തിരുവനന്തപുരത്താണ് KS Card Bankന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. എന്നാൽ അതിന്റെ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് STA സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ്. കേസ് കാർഡ് ബാങ്കിന്റെ ആദ്യത്തെ പേര് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക്. ഓൾഡ് നെയിം ഓഫ് കേസ് കാർഡ് ബാങ്ക് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക്. ഓൾഡ് നെയിം ഓഫ് കേസ് കാർഡ് ബാങ്ക് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക്. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് ആക്ട് 1960, അതായത് കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ടിഗേജ് ആക്ട് വന്നത് 1960-ലാണ്. അത് പിന്നീട് കേസ് കാർഡ് ബാങ്ക് ആക്ട് ആക്കിയത് 1984-ലാണ്. കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർട്ടിഗേജ് ബാങ്ക് ആക്ട് ആദ്യമായിട്ട് വന്നത് 1960.
കേരള കോപ്പറേറ്റീവ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആക്ട് 1960, അത് കേസ് കാർഡ് ബാങ്ക് ആക്കിയത് 1984 ഇത് ആക്ട് മാറ്റിയിട്ട് 1984 കേസ് കാർഡ് ബാങ്ക് ആക്ട് ആക്കി മാറ്റി. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് പറയുന്നത് 1920 പഞ്ചാബിലെ ജാങ്ങിലാണ് ആരംഭിച്ചത്. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ജാങ് ഇൻ പഞ്ചാബ് 1920. ഫസ്റ്റ് ലാൻഡ് മോർഗേജ് ബാങ്ക് ജാങ് ഇൻ പഞ്ചാബ് 1920. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് നൗഗോൺ ഇൻ ബംഗാൾ 1924. 1924 ബംഗാളിലെ നൗഗോണിലാണ്. സെക്കൻഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് നൗഗോൺ ഇൻ ബംഗാൾ 1924. തേർഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഗുവാഹത്തി ഇൻ ആസാം. ഗുവാഹത്തി ഇൻ ആസാം, ഒരു എം ഇട്ടിട്ടില്ല. ഗുവാഹത്തി ഇൻ ആസാം 1926. തേർഡ് ലാൻഡ് മോർഗേജ് ബാങ്ക് ഗുവാഹത്തി ഇൻ ആസാം 1926. ഈ പി കാർഡ് ബാങ്കിന്റെ കേസ് കാർഡ് ബാങ്കിന്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ 21 മെമ്പർമാരാണ്. മാനേജിംഗ് കമ്മിറ്റിയിൽ 21 മെമ്പർമാരാണ്. മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേസ് കാർഡ് ബാങ്ക് കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ്. മാനേജിംഗ് കമ്മിറ്റി ഓഫ് കേസ് കാർഡ് ബാങ്ക് കൺസിസ്റ്റ് ഓഫ് 21 മെമ്പേഴ്സ്. മാനേജിംഗ് കമ്മിറ്റി 21 അംഗങ്ങളാണുള്ളത്. അതിൽ ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 ആളുകൾ എന്താണ് പി കാർഡ് ബാങ്കിന്റെ പ്രതിനിധികളായിരിക്കണം. അത് 14 ജില്ലകളിലായിട്ട് ഓരോ ജില്ലകളിൽ നിന്നും ഓരോ പ്രതിനിധിയാണ് ഉണ്ടാവേണ്ടത്. പി കാർഡ് ബാങ്കിന്റെ പ്രതിനിധികൾ എന്ന് പറയുന്നത് ഓരോ ജില്ലകളിൽ നിന്നും ഓരോ പ്രതിനിധിയെയാണ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആവശ്യമുള്ളത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, സെക്രട്ടറി ഫോർ കോപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരളയാണ്. നോമിനി ഫ്രം നബാർഡ് ആൻഡ് ഗവൺമെന്റ് നോമിനീസ്. നബാർഡിന്റെ നോമിനി ഉണ്ടാവും, അതുപോലെ ഗവൺമെന്റ് നോമിനീസ് ഉണ്ടാവും. അങ്ങനെ 21 അംഗങ്ങളാണുള്ളത്. ആരൊക്കെ? രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, സെക്രട്ടറി ഫോർ കോപ്പറേഷൻ നോമിനീസ് ഫ്രം നബാർഡ് ആൻഡ് ഗവൺമെന്റ് നോമിനീസ്, പിന്നെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഫ്രം പി കാർഡ് ബാങ്ക് 14 ആളും. അങ്ങനെ 21 മെമ്പർമാരുണ്ടാവും. ഇതിൽ തന്നെ SC/ST മെമ്പർ ഒരാളും വനിതാ മെമ്പർ 3 ആളും ഉണ്ടായിരിക്കണം. SC/ST മെമ്പർ ഒരാളും വനിതാ മെമ്പർ 3 ആളും ഉണ്ടായിരിക്കണം. ഈ പറയുന്നത് എക്സ് ഒഫീഷ്യോ മെമ്പർമാരിൽ നിന്നല്ല, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സിൽ നിന്നാണ് ആ മെമ്പർമാർ ഉണ്ടായിരിക്കേണ്ടത്. എക്സ് ഒഫീഷ്യോ മെമ്പർമാർ എന്ന് പറയുന്നത് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ, സെക്രട്ടറി ഫോർ കോപ്പറേഷൻ ഗവൺമെന്റ് ഓഫ് കേരള, നോമിനി ഫ്രം നബാർഡ് ആൻഡ് ഗവൺമെന്റ് നോമിനീസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ്. എലക്ടഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 14 ആളാണ് പി കാർഡ് ബാങ്കിന്റെ പ്രതിനിധികൾ. അങ്ങനെ 21 ആളുകളാണ് മാനേജിംഗ് കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു വെച്ചാൽ നമ്മളുടെ പാർട്ട് 3 വളരെ കുറച്ച് ഭാഗങ്ങൾ എപ്പോഴായിട്ടുള്ള ഒരു പാർട്ട്, 2 പാർട്ട്. ഒന്നാമത്തെ പാർട്ട് കഴിഞ്ഞ് രണ്ടാമത്തെ പാർട്ട്. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആണ്. മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ആയിട്ട് ഞാൻ മണിക്കൂറുകൾക്ക് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പൊ ഇപ്പൊ നിങ്ങൾ നേരത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ ഈ വീഡിയോ വേഗം കണ്ടു കഴിക്കുക, അടുത്ത വീഡിയോയിലേക്ക് ആയിരിക്കാം. ഈ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ആവശ്യമുള്ള നോട്ട്സുകളൊക്കെ എഴുതിയൊക്കെ വെക്കാം. എന്നിട്ട് അതിരുന്ന് പഠിക്കുക, നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. സമയം നമ്മളെ കയ്യിൽ വളരെ കുറച്ചുള്ളൂ. ആ സമയത്ത് നമ്മൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കുറച്ച് നേരങ്ങൾക്ക് ശേഷം കാണാം. ഓക്കെ, ബൈ.